Hello dear students. Today I am going to briefly discuss the classical view of full employment. Classical view of full employment. Okay. Uh, and also after this I will discuss how employment and output are determined according to classical economists or in classical economic system. How employment and output are determined in classical economic system. Okay, that the two important things I'm going to explain today onwards. Okay, I don't know whether I can complete it today all this portion. Anyway, I'm just starting. Okay. Classical view of full employment. Okay, who are the classical economists? First, you should know who are the classical economists. The prominent economists of classicals are Adam Smith. Please note Adam Smith, David Ricardo, J.S. Mill, Alfred Marshall, and A.C. Pigou. Okay. Who are some of the important economists? ഓക്കെ, അപ്പോൾ ഇവരാണ് പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ. ഇവരൊരുപാട് തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിക്കൽസിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ബിലീവാണ് എംപ്ലോയ്മെൻറ്റ് തിയറി, ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ എംപ്ലോയ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത് ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദർ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റിനൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എക്കണോമി ഈസ് ആൾവേസ് എ സെൽഫ് റെഗുലേറ്റിംഗ് വൺ ആണ്. എല്ലാ എക്കണോമിക് സിസ്റ്റവും അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റവും എന്താണ്? ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ ദർ ഈസ് എ സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസം ഈസ് വർക്കിംഗ് ഇൻ എൻ എക്കോണമി. ഏതൊരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റത്തിൽ സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഫോഴ്സസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു അബ്നോർമൽ സിറ്റുവേഷൻ വന്നാൽ അത് ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് ഒരു ഗവൺമെൻറ് റെഗുലേഷൻസോ ഇടപെടലുകളോ ഒന്നും വേണ്ട. ഒരു സെൽഫ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മെക്കാനിസം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിസിക്വിലിബ്രിയത്തിലോട്ട് മാറിയാൽ ഡിസിക്വിലിബ്രിയം സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം ഒരു എക്കണോമിയിലുള്ള. ഓക്കെ, അല്ലെങ്കിൽ ഡിപ്രഷൻ ആവാം, ബൂം ആവാം. അങ്ങനെ ഒരു സംഭവം ഒരു സിസ്റ്റത്തിൽ ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ഫോഴ്സസ് എന്ത് ചെയ്യും? ആ സിസ്റ്റത്തെ വീണ്ടും തിരിച്ച് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരും എന്നുള്ള ഒരു ഡോക്ട്രിനാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് റെഗുലേറ്റീവ് മെക്കാനിസം എന്ന് പറയുന്നു. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ഓർ ഡോക്ട്രിൻ ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദ മെയിൻറ്റെയിൻ ദാറ്റ് എക്കണോമി ഈസ് ഓൾവേസ് കേപ്പബിൾ ഓഫ് അച്ചീവിങ് നാച്ചുറൽ ലെവൽ ഓഫ് റിയൽ GDP ഓർ ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ആ സെൽഫ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു എക്കണോമിക് സിസ്റ്റം എപ്പോഴും എന്തായിരിക്കും? ഒരു നാച്ചുറൽ റിയൽ GDP ഓർ ഔട്ട്പുട്ട് ആയിരിക്കും. എന്താണ് നാച്ചുറൽ റിയൽ GDP എന്ന് പറയുന്നത്? നാച്ചുറൽ റേറ്റ് ഓഫ് ഔട്ട്പുട്ട്, നാച്ചുറൽ റേറ്റ് ഓഫ് റിയൽ GDP എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻകം മറ്റൊരു പേരാണ്. ഇതൊക്കെ പറയുന്നത് അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻകമാണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻകം ഒരു എക്കണോമിയിലെ നാച്ചുറൽ റേറ്റ് ഓഫ് GDP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ നേഷൻ ബൈ യൂസിങ് ഓൾ അവൈലബിൾ റിസോഴ്സ്. ദാറ്റ് മീൻ ദ യൂട്ടിലൈസ്ഡ് ദ റിസോഴ്സ് ഫുള്ളി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നാച്ചുറൽ റേറ്റ് ഓഫ് GDP എന്ന് പറയുന്നത്. ഒരു എക്കണോമിക് സിസ്റ്റത്തിലുള്ള എല്ലാ റിസോഴ്സസും ഫുള്ളി ഉപയോഗിച്ച് ഉൽപ്പാദനം നടത്തിയാൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നാച്ചുറൽ റേറ്റ് ഓഫ് ഫുൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്കണോമിക് സിസ്റ്റം ഈസ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ് എക്കണോമിക് സിസ്റ്റം. അപ്പോൾ ആ ലെവൽ ഓഫ് ഒബ്റ്റെയിൻ നമ്മൾ പറഞ്ഞു അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ലെവൽ എങ്ങനെ നമുക്ക് നാച്ചുറൽ GDP നാച്ചുറൽ ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം? ആ എക്കണോമിക് സിസ്റ്റമായ റിസോഴ്സസ് കംപ്ലീറ്റ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നാച്ചുറൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാച്ചുറൽ റിയൽ GDP അല്ലെങ്കിൽ നാച്ചുറൽ ഇൻകം അല്ലെങ്കിൽ നാച്ചുറൽ
ഇൻകം, ഔട്ട്പുട്ട് എന്തും പറയാം. ഓക്കെ, അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി സപ്പോസ് വൈൽ circumstances arises from time to time that cause the economy to fall below or exceed the natural level of real GDP. ഇനിയൊരു എക്കണോമിക് സിസ്റ്റത്തിൽ ഏതെങ്കിലും സർക്കംസ്റ്റൻസ്, ഇപ്പോൾ ഒരു ബൂമ്, ക്രൈസിസ്, ഇങ്ങനെ ഇതൊക്കെ എന്താണ് സർക്കംസ്റ്റൻസ്, സം അൺയൂഷ്വൽ ഇവൻറ്റ്സ് ഓർ സംതിങ്. ഓക്കെ, എന്തെങ്കിലും ഒരു സൈക്കിൾ, ബിസിനസ് സൈക്കിൾ സംഭവിക്കുകയാണെങ്കിൽ ബൂമോ ക്രൈസിസോ എന്തും ആവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം റിയൽ ജി ഡി പിയിൽ നിന്നും നാച്ചുറൽ റിയൽ ജി ഡി പിയിൽ നിന്നും താഴെ ആയിരിക്കും എങ്കിൽ മേലായിരിക്കും അല്ലേ. ബൂമാണ് സിറ്റുവേഷൻ എങ്കിലും നമ്മുടെ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് താഴോട്ട് പോകും. ബൂമാണെങ്കിൽ ഇക്വിലിബ്രിയത്തിന് മുകളിലോട്ട് പോകും, എക്സസ് ആയിരിക്കും, ഇക്വിലിബ്രിയത്തിന് എക്സസ് ആയിരിക്കും. പിന്നെ ക്രൈസിസ് ആണെങ്കിൽ ഇക്വിലിബ്രിയത്തിന് താഴെ പോകും ഓരോരു. ഓക്കെ, അപ്പോൾ രണ്ടും എന്താണ് അൺഈക്വൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഡിസിക്വിലിബ്രിയമാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എക്സിസ്റ്റ് വിത്തിൻ ദ മാർക്കറ്റ് സിസ്റ്റം. അങ്ങനെ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ സംഭവിച്ചാൽ, ഒരു ഡിസിക്വിലിബ്രിയം സംഭവിച്ചാൽ അവിടെ വർക്ക് ചെയ്യും. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിളായ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ദാറ്റ് വിൽ ബ്രിങ് ദ എക്കണോമി ബാക്ക് ടു ദി നാച്ചുറൽ ലെവൽ ഓഫ് റിയൽ ജി ഡി പി. ഒരു സംശയവുമില്ല, അതെന്ത് ചെയ്യും? ആ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വിൽ ബ്രിങ് ബാക്ക് ദ എക്കോണമി ഇൻ ടു ദി നാച്ചുറൽ ജി ഡി പി. നമ്മൾ പറഞ്ഞ നാച്ചുറൽ ജി ഡി പി അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടിലോട്ട്, അല്ലെങ്കിൽ അത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻകത്തിലോട്ട് അത് കൊണ്ടുവരും. ഓക്കെ, ദാറ്റ് ഈസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ദേ ബിലീവ്ഡ് ദാറ്റ് എക്കണോമി ഈസ് ഓൾവേസ് അറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ആ ഡോക്ട്രിൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഡോക്ട്രിൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദാറ്റ് ഈസ് ഐഡിയ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡോക്ട്രിൻ ഓഫ് അല്ലെങ്കിൽ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഡിസിക്വിലിബ്രിയം എക്കണോമിയിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഫോഴ്സസ് അല്ലെങ്കിൽ സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വിൽ ബ്രിങ് ബാക്ക് ദ എക്കണോമി ടു ദ നാച്ചുറൽ റേറ്റ് ഓഫ് ജി ഡി പി അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എംപ്ലോയ്മെൻറ്റ് തിയറി ഓഫ് ക്ലാസിക്കൽ. This is employment theory of classicals. Okay, അപ്പോൾ the classicals believed that economy is always at near or full, അല്ലെങ്കിൽ economy is always at or near natural level of GDP. അല്ലെങ്കിൽ economy is always at full employment, at full employment or near full employment ലെവൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ദിസ് ഡോക്ട്രിൻ, അപ്പോൾ ഇതാണ് അവരുടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് തിയറി ഈസ് ബേസ്ഡ് ഓൺ 2 pillars, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 ഫേംലി ഹെൽഡ് ബിലീഫ്. 2 ബിലീഫ്സിൻ്റെ അടിസ്ഥാനത്തിലാണത്. വാട്ട് ആർ ദ ബിലീഫ്സ്? ഫസ്റ്റ്, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. സെക്കൻഡ്, പ്രൈസസ് വേജസ് ആർ ഫ്ലെക്സിബിൾ, അല്ലെങ്കിൽ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. അപ്പോൾ ദീസ് ആർ ദ 2 important beliefs. ഓക്കെ, അല്ലെങ്കിൽ ദാറ്റ് ആർ ഈ 2 important pillars ഓഫ് ക്ലാസിക്കൽ എംപ്ലോയ്മെൻറ്റ് തിയറി. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് തിയറി ചോദിക്കുമ്പോൾ എന്താണ് സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് എന്നും എന്താണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്നും ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് ഇതിൻ്റെ കൂടെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി വാട്ട് ആർ ദ അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് തിയറി? ഫസ്റ്റ് അസംഷൻ, ദ ബിലീവ്ഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എക്കണോമി ഈസ് ഓൾവേസ് അറ്റ് ഫുൾ ഓർ നിയർ എംപ്ലോയ്മെൻറ്റ്. അത് അങ്ങനത്തെ ഒരു എക്കണോമീസ് അറ്റ് നാച്ചുറൽ ലെവൽ ഓഫ് ജി ഡി പി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ, ദേ അസ്യൂംഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബോത്ത് ഇൻ ലേബർ മാർക്കറ്റ് ആൻഡ് ഔട്ട്പുട്ട് മാർക്കറ്റ്. ലേബർ മാർക്കറ്റിലും ഔട്ട്പുട്ട് മാർക്കറ്റിലും എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം എന്താണ്. ദർ ഇസ് എ ലാർജ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഹോമോജീനിയസ് കമ്മോഡിറ്റി. ഓക്കെ, ദ കനോട്ട് ഇൻഫ്ലുവൻസ് ദി പ്രൈസസ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ദേ ആർ ദ പ്രൈസ് ടേക്കേഴ്സ് നോട്ട് ദ പ്രൈസ് മേക്കേഴ്സ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അത് നിങ്ങൾക്ക് 2nd, 3rd സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ മൈക്രോ എടുക്കുന്ന ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. 3rd ഇമ്പോർട്ടൻറ്റ് അസംഷൻ, ക്ലോസ്ഡ് ലേസിസ് ഫെയർ എക്കോണമി. അപ്പോൾ എക്കണോമി ഈ വർക്ക് ചെയ്യുന്നത് ലേസിസ് ഫെയർ എക്കോണമിയാണ്.
എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ലേസിസ് ഫെയർ എക്കോണമിയാണ്. ദാറ്റ് മീൻ ദർ ഇസ് നോ കൺട്രോൾ, ഗവൺമെൻറ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ലെറ്റ് ഇൻഡിവിജ്വൽ അലോൺ. അപ്പോൾ ഇത് വ്യക്തികളെ സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് വിടുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പ്രൊഡ്യൂസേഴ്സിനും അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം, കൺസ്യൂമേഴ്സിനും അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. സർക്കാരിൻ്റെ റോൾ അവിടെ ഇല്ല. ദാറ്റ് ഈസ് കാൾഡ് ലേസിസ് ഫെയർ എക്കോണമി. ഓക്കെ, പിന്നെ സപ്ലൈ, അനദർ ഇമ്പോർട്ടൻറ്റ് അസംഷൻ, സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. അത് നമ്മുടെ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. അപ്പോൾ എക്കണോമിക് ഫുൾ എംപ്ലോയ്മെൻറ്റ് തിയറി ഈസ് ബേസ്ഡ് ഓൺ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്. അനദർ അസംഷൻ, പെർഫെക്റ്റ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, വേജ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് അസംഷൻ. സിക്സ്ത് അസംഷൻ, ക്വാണ്ടിറ്റി ഓഫ് മണി ഈസ് ഗിവൺ. ടോട്ടൽ ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് മണി ഇൻ എൻ എക്കോണമി ഈസ് എ ഗിവൺ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, മണി ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പണത്തിന് ഒരൊറ്റ ധർമ്മേ ഉള്ളൂ പ്രധാനപ്പെട്ട, എന്താണ്, ഇറ്റ്സ് വർക്ക് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ദിസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ എംപ്ലോയ്മെൻറ്റ് തിയറി. ഓക്കെ, ഇനി വാട്ട് ഈസ് ക്ലാസിക്കൽ വ്യൂ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ്? ഇപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനി എന്താണ് ക്ലാസിക്കൽ വ്യൂ, വാട്ട് ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്? അപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് നത്തിങ് ബട്ട് ഓൾ പേഴ്സൺസ് ആർ ഏബിൾ ടു വർക്ക് അറ്റ് പ്രിവൈലിംഗ് വേജ് റേറ്റ്. നിലവിലുള്ള വേജ് റേറ്റിന് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ദാറ്റ് മീൻ people are ready to work, they are willing to work and also they are able to find the employment. ആർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, താല്പര്യമില്ലാത്തവരെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. who are interested, those people who are interested to work, okay, and they are also able to find employment at the prevailing wage rate. ഇപ്പോൾ ഒരു എക്കണോമിക് സിസ്റ്റം, ഒരു ലേബർ മാർക്കറ്റിലുള്ള നിലവിലുള്ള വേജിന് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻ ദർ ഈസ് ആബ്സെൻസ് ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? പീപ്പിൾ ആർ റെഡി ടു വർക്ക് ബട്ട് ദേ ആർ അൺഎബിൾ ടു ഫൈൻഡ് ജോബ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ജനങ്ങൾ ജോലി ചെയ്യാൻ റെഡിയാണ്, ബട്ട് എന്താണ്, ദേ ആർ അൺഎബിൾ ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ഈസ് കോൾഡ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ അസ്യൂംഡ് ദർ ഇസ് ആൻ ആബ്സെൻസ് ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്? ജനങ്ങൾ ജോലി ചെയ്യാൻ റെഡിയാണ്, ബട്ട് ദേ ആർ അൺഎബിൾ ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവർ അസ്യൂം ചെയ്യും ദർ ഇസ് ഓൺലി എ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് താൽക്കാലികമാണ്. എപ്പോഴും എക്കണോമി ഫുൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിൽ എപ്പോഴും നമ്മളൊരു ഡൈവേഷൻ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഡിസ്ഇക്വിലിബ്രിയം സംഭവിച്ചാൽ, അപ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. അത് ഫ്രീ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരും. അപ്പോൾ വീണ്ടും അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് റീസ്റ്റോർ ചെയ്യും. ഇതാണ് അവരുടെ ബിൽ. അപ്പോൾ അപ്പോൾ ഇൻ ഓൾ എക്കണോമിക് സിസ്റ്റം അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ് ദർ ഈസ് ഓൺലി എ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, നോട്ട് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. പക്ഷേ കെയ്ൻസ് ബിലീവ് ചെയ്തിരുന്നത്, കെയ്ൻസിൻ്റെ ഐഡിയ എന്ന് പറയും ദർ ഇസ് എ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ എക്കണോമിക് സിസ്റ്റം. ക്ലാസിക്കൽ അസ്യൂം ചെയ്യുന്നത് ദർ ഇസ് എ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇത്രയും അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ടെമ്പററി ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെൻറ്റ്, താൽക്കാലികം മാത്രമാണ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു സെക്ടറിൽ നിന്ന് മറ്റൊരു സെക്ടറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനത്തെ എംപ്ലോയ്മെൻറ്റ് അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസേ അവിടെ ഉള്ളൂ. ഓക്കെ, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല എന്നാണ് ക്ലാസിക്കൽസിൻ്റെ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് ജോലി കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഇക്കണോമിക് സിസ്റ്റത്തിലുള്ള നിലവിലുള്ള വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ദർ ഈസ് ഓൺലി, അപ്പോൾ ഇനി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയോ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ല, ഓൺലി വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്. അത് ഷോർട്ട് ടേം ഫിനോമിനയാണ് ഈ അൺഎംപ്ലോയ്മെൻ്റ് എല്ലാം. അപ്പോൾ അതുകൊണ്ട്
ലോങ് റണ്ണിൽ ഇതെല്ലാം എന്താണ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അതിന് കാരണം സെൽഫ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ദിസ് ഈസ് അബൌട്ട് ദ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്.